ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഒരു സ്ഥലം വരെ പോയി. അതാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൂക്കുപാലം ആയ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും ഫ്രാൻസീസും കൂടെയാണ് പോയത്. ഇതാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഞങ്ങൾ ഇഞ്ചത്തൊട്ടി എത്തിയിട്ട് നടന്നു പോവാണ്. ആ പാലത്തിൻ്റെ അങ്ങോട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലം ഇഞ്ചത്തൊട്ടിയാണെന്നാണ് ഗൂഗിൾ പറയുന്നത്, പക്ഷെ തെറ്റാണ്. ഏറ്റവും വലിയ പാലം നമ്മളുടെ അയ്യപ്പൻ കോവിലിലെ പാലമാണ്, തൂക്കുപാലമാണ്. അവിടെ നമ്മൾ പണ്ട് പോയിട്ടുണ്ട്, വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണ്. ഇങ്ങോട്ട് ടിക്കറ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് നടന്നു പോവാം. അപ്പം വലിയ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, അതേപോലെ ഇങ്ങനെ കയറി പോകണം. വലിയ സസ്പെൻഷനിലാണോ ഈ ഒരു മരം പോലത്തെ ഒരു സംഭവത്തെയാണ് ഇതിങ്ങനെ കെട്ടി നിർത്തിയിരിക്കുന്നത്. ഒരേ സമയം 40 പേർക്കും കണ്ട് കയറാവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കൂടെ വണ്ടിയൊന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. പക്ഷേ അയ്യപ്പൻ കോവിൽ തൂക്കാലത്തെക്കാലം കാണാൻ കുറച്ചും കൂടെ അടിപൊളി, നല്ല വൈബ് ഇതാട്ടോ. ഇത് വലിയൊരു റിവറിൻ്റെ കുറുകെയാണ് വെച്ചേക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ. അത്യാവശ്യം നല്ല നീളമുണ്ട്. പക്ഷേ അയ്യപ്പൻ കോവിലിനേക്കാളും കുറച്ചും കൂടി നല്ല സ്റ്റാൻഡേർഡായിട്ടാണ് ഇത് പണിതേക്കുന്നതൊക്കെ. അപ്പോൾ ഇത് രണ്ടാമത് പണിതുകൊണ്ടാണോ ആദ്യം പണിതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞങ്ങളതേ കൂടി ഇങ്ങനെ ചുമ്മാ നടക്കുവാണ്. കൊള്ളാം, നല്ല റീൽസിനും ഫോട്ടോ ഒക്കെ എടുക്കാനും പറ്റിയൊരു ലൊക്കേഷനാണ് ഇഞ്ചത്തൊട്ടി. ഇത് വരുന്നത് നമ്മുടെ കോതമംഗലത്തു നിന്ന് നേരുമംഗലം വഴി നമുക്ക് വരാം. അതേപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ റൂട്ടൊക്കെ കിട്ടും. ഭയങ്കര അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ഒക്കെ ചെയ്തു. അത് നടന്ന് അങ്ങ് അപ്പുറത്തെ സൈഡിൽ എത്താറായി. ഇവിടെ നിന്നിട്ട് ഞങ്ങൾ പാലത്തിൻ്റെ ഒരു വ്യൂ ഒക്കെ നോക്കുമായിരുന്നു. നല്ല കിടക്കാച്ചി പ്ലേസ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വൈറ്റാണ്, അധികം ഒച്ചയും ബഹളമൊന്നുമില്ല. അപ്പം ഞങ്ങൾ നടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്താറായി. ഇപ്പം ഏകദേശം നടുക്കാണ്. നല്ല സ്കൈയും ആ ഒരു ഗ്രീനറിയും എല്ലാം കൂടെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പം മൊത്തത്തിൽ കലങ്ങി കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അപ്പുറത്തെ സൈഡിലെത്തി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പാലത്തിൻ്റെ വ്യൂ താഴെ നിന്നാണ്. ഇവിടെ ഒന്നും ഇറങ്ങരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ആഴമുള്ള സ്ഥലമാണ്. ഇങ്ങനെ വിജനയിലേക്ക് നോക്കി നിൽക്കുന്ന പോലെ ഞാനും അങ്ങനെ നോക്കി നിന്ന് സുഹൃത്തുക്കളെ.